ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫിഷ് മാർക്കറ്റാണ്, മസ്കറ്റിലെ. അപ്പം വെള്ളിയാഴ്ചയൊക്കെ ആയതുകൊണ്ട് ഫിഷ് മാർക്കറ്റിൽ പോകാൻ സാധിച്ചു. അതുകൊണ്ട് ഒരു വീഡിയോ ഇടാം എന്ന് കരുതി. ഇപ്പോൾ കണ്ടത് ബസ് സ്റ്റോപ്പാണ്. ഇവിടെ നമുക്ക് ബസ് ഇറങ്ങാൻ സാധിക്കും. ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് മത്ര ബസ്സിൽ കയറിയാൽ നമുക്ക് ഈ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ ഈ ഫിഷ് മാർക്കറ്റിലേക്ക് എത്താം. റൂവിൽ നിന്ന് 200 പൈസ, ചെറിയ പൈസകൾ, ഏറ്റവും മിനിമം ചാർജിൽ എത്താവുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതാണ് ഫിഷ് മാർക്കറ്റിൻ്റെ ടോപ്പ്. ഒരു സ്റ്റീൽ കൊണ്ട് ഒരു പ്രത്യേക മീനിൻ്റെയൊക്കെ ഒരു ചെതുമ്പലിൻ്റെ ഒരു മാതൃകയിൽ ആണ് ഇതിൻ്റെ റൂഫ് ചെയ്തിട്ടുള്ളത്. എല്ലാം നല്ല കട്ടിയുള്ള സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഫിഷ് മാർക്കറ്റിൻ്റെ ഒരു സൈഡിൽ വെജിറ്റബിൾ മാർക്കറ്റും, അത് വലിയ മാർക്കറ്റല്ല, ചെറിയൊരു മാർക്കറ്റും. ഈ കാണുന്നത് വെജിറ്റബിൾ മാർക്കറ്റാണ്. അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഫിഷ് മാർക്കറ്റ്. ഇതാണ് ഫിഷ് മാർക്കറ്റ്. അത് നമുക്ക് പലതരം മത്സ്യങ്ങൾ വളരെ ഫ്രഷായിട്ട് കിട്ടുന്ന സ്ഥലമാണ്. ഇവിടെ കേടായ മത്സ്യങ്ങളൊന്നും അങ്ങനെ കിട്ടാറില്ല. ഏറ്റവും ഫ്രഷായിട്ട്, കാരണം ഇത് കടലിൽ നിന്ന് വന്ന അന്നേരം തന്നെ ഇവിടെ മാർക്കറ്റിലേക്ക് എത്തുന്നതാണ്. തൊട്ട് ബാക്ക് സൈഡ് കടലാണ്. അപ്പം ഇതിൻ്റെ ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മളൊരു 2 കിലോ അയല വാങ്ങിയിട്ടുണ്ട്. അതിന് നമുക്ക് കട്ട് ചെയ്യാൻ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കട്ടിങ് ഏരിയയിലേക്ക് നമുക്ക് പോകാം. ഇതാണ് കട്ടിങ് ഏരിയ. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഒമാനികളാണ്. അവർ കട്ടിങ്ങിൻ്റെ തിരക്കിലാണ്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഒമാൻ്റെ മുൻ സുൽത്താനായിരുന്ന സുൽത്താൻ കാബൂസിൻ്റെ വക കപ്പലാണ്. 2 കപ്പലാണ് ഉണ്ട്. അത് നമ്മൾ ഈ കിളിവാതിലൂടെ ഒന്ന് വീക്ഷിക്കാം. അതിന് ശേഷം നമുക്ക് പുറകിലൂടെ പോയി നമുക്കിവിടെ വ്യക്തമായി കാണാം.
അങ്ങനെ നമ്മുടെ മീനെല്ലാം അവർ ഫ്രഷാക്കി എല്ലാം കട്ട് ചെയ്ത് പീസുകളാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനൊരു ചെറിയ ചാർജുണ്ട്. അത് നമ്മൾ കൊടുത്താൽ അവരെല്ലാം ഏകദേശം ഒരു 2 മിനിറ്റ് പോലും സമയം അത് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ആ അത്ര മീൻ കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. വളരെ ഫാസ്റ്റായിട്ടാണ് അവരത് ചെയ്ത് നല്ല ക്ലീൻ ചെയ്ത് നമുക്ക് തരുന്നത്. വലിയ ഞണ്ടാണ്. ശശിയേട്ടൻ പരിശോധിക്കുകയാണ്. അതുപോലെ വലിയ വലിയ മീനുകൾ, ചില സമയത്ത് വളരെ വലിയ മീനുകളൊക്കെ ഉണ്ടാകും. ഇത് വലിയൊരു തെരണ്ടിയാണ്. ഒരെണ്ണേ ഉള്ളൂ. അതിനെയും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് മുന്നോട്ട് പോകാം. നമ്മളെ വെജിറ്റബിൾ മാർക്കറ്റിലും കൂടെ ഒന്ന് വെറുതെ ഒന്ന് കയറി നോക്കാം. ഇത് ട്രഡീഷണൽ വെജിറ്റബിൾ മാർക്കറ്റാണ്. ഒമാനികൾ മാത്രമായിട്ടുള്ള ഒരു ചെറിയ വെജിറ്റബിൾ മാർക്കറ്റ്. കുറച്ച് സാധനങ്ങൾ മാത്രമേ എപ്പോഴും ഉണ്ടാവുള്ളൂ. വലിയ കച്ചവടമൊന്നുള്ള സ്ഥലമൊന്നുമല്ല. അപ്പം ഇത് ഒമാൻ ഒരു ചെറിയ ഈ ട്രഡീഷണൽ മാർക്കറ്റിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അതും കൂടെ ഒന്ന് വെറുതെ കണ്ടുപോകാം. നമ്മൾ പച്ചക്കറി മാർക്കറ്റിൽ നിന്നും പുറത്തിറങ്ങി ഇനി നമുക്ക് ആ കപ്പലൊന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. അപ്പം അതാണ് സുൽത്താൻ കാബൂസിൻ്റെ കപ്പൽ. ഒരു ഉല്ലാസ കപ്പലാണ്. അപ്പം ഇത് 2 എണ്ണമുണ്ട്. കടലൊക്കെ വളരെ ശാന്തമാണ്. നമ്മുടെ ഒരു കുളത്തിൽ വെള്ളം കിടക്കുന്ന പോലെ തന്നെയാണ്. ഒരു ചലനം പോലും ഇല്ലാതെയാണ് കടലിലെ ജലം കിടക്കുന്നത്. അതാണ് കപ്പൽ. വെറുതെ നമുക്കൊന്ന് അതിന് ഉള്ളിലേക്ക് വെറുതെ നടക്കാനും ബോട്ടിൽ കയറാൻ വേണ്ടിയുള്ളൊരു പാലം പോലുള്ള സംഭവം നമ്മളിപ്പോൾ കണ്ടത്. ഇതാണ് ആ മീൻ മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡാണ് നമ്മളിപ്പോൾ കാണുന്നത്.
അത് ഈ ബിൽഡിങ്ങിൻ്റെ പുറകിൽ കാണുന്നതാണ് മറ്റൊരു കപ്പൽ. 2 കപ്പലുകളാണ് സുൽത്താൻ കാബൂസിനുണ്ടായിരുന്നത്. ഇപ്പം അത് പുതിയ സുൽത്താനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു കപ്പൽ. ഇതിൻ്റെ അപ്പുറത്തൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത് കാണുന്ന കപ്പലിൻ്റെ ടോപ്പ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. വെള്ളം വളരെ കുറവാണ്. ഇപ്പം വലിയ ഇറക്കത്തിലാണ്. അപ്പം നമ്മൾ ഇനി തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചു. അപ്പം പോകുന്ന വഴികളിലൂടെ കുറച്ച് സമയം ഒന്ന് കാണിക്കാം. അപ്പോൾ ഇത് നമ്മുടെ മദ്രാസ് സിറ്റിയുടെ ഒരു ചെറിയ ഭാഗമാണ്. അപ്പോൾ ഇവിടെ റോഡുകൾ വലിയ വീതിയോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ട്രാഫിക്കായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറുള്ള സ്ഥലമല്ല. വലിയ ട്രാഫിക് ബ്ലോക്കോ കാര്യങ്ങളൊന്നുമില്ല. നോർമൽ ആണ്. എല്ലാ സമയങ്ങളിലും നോർമൽ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ വീതികൾ റോഡിന് മതിയാവും. ഇതാണ് ഇരുവശങ്ങളിലും ഈത്തപ്പനയും ഒക്കെയാണ് ഉള്ളത്. ഒമാനിലെ ഒരു പ്രമുഖ ബ്രാൻഡായ മൈദ കമ്പനിയാണ്. മൈദ, ആട്ട മുതലായ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നൊരു കമ്പനിയാണ് ഈ കാണുന്നത്. ഇതിനോട് തൊട്ടടുത്ത് തന്നെയാണ് ഒമാൻ ഗേറ്റ്, മസ്കറ്റ് ഗേറ്റ് എന്ന് പറയുന്ന സംഭവം. ഇത് കാണുന്നതാണ് മസ്കറ്റ് ഗേറ്റ്. അപ്പോൾ മസ്കറ്റ് ഗേറ്റ് നമ്മൾ പാസ് ചെയ്ത് പോന്നു. അപ്പോൾ കൂടുതൽ വിശദീകരിക്കേണ്ടതായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കൂടുതൽ സംസാരിക്കാത്തത്. നമ്മൾ വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുക. ഇടയ്ക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ ഒമാൻ്റെ ചില വീഡിയോകളിലൂടെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.